മാഡം, ഇന്നത്തെ കാലത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ പ്രത്യേകിച്ച് മധ്യവയസ്കരുടെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവരിൽ കണ്ടുവരുന്നത്? ആരൊക്കെയാണ് ഇതിനെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്? പലപ്പോഴും പ്രമേഹം വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. ചില രോഗികളിലൊക്കെ അമിതമായിട്ടുള്ള ക്ഷീണം, വിശപ്പ്, ശരീരം മെലിഞ്ഞു പോവുക, അമിതമായിട്ട് മൂത്രമൊഴിക്കുക, ഇങ്ങനത്തെ ലക്ഷണങ്ങളെയാണ് കണ്ടുവരാറ്. പക്ഷെ മിക്ക ആളുകളിലും പ്രമേഹം കണ്ടുപിടിക്കുന്നത് മറ്റെന്തിനെങ്കിലും വേണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു സർജറിക്ക് വേണ്ടിയിട്ട് അനസ്തീഷ്യ വർക്കപ്പ് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ റൂട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന വഴിയൊക്കെയാണ് ഷുഗർ നമ്മൾ കണ്ടുപിടിക്കാറ്. എന്നിരുന്നാലും ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആൾ, അതായത് പാരമ്പര്യമായിട്ട് വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അമ്മാവന്മാർക്കോ സഹോദരങ്ങൾക്കോ പ്രമേഹ രോഗമുള്ളവര്, അതുപോലെ പ്രഷറിനോ കൊളസ്ട്രോളിനോ മരുന്ന് കഴിക്കുന്നവർ, അമിത ഭാരമുള്ളവർ, പൊണ്ണത്തടി ഉള്ളവർ, അതുപോലെ ഗർഭാവസ്ഥയിൽ ഷുഗർ ഉണ്ടായിരുന്ന സ്ത്രീകൾ, ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്ത് ആവശ്യമായ മുൻകരുതൽ എടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ ജീവിതശൈലി അനുസരിച്ച് നമ്മളെ ഭക്ഷണ രീതി, വ്യായാമമില്ലായ്മ, അതുകൊണ്ട് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 40 വയസ്സാകുമ്പോഴേക്ക് എല്ലാവരും ഒന്ന് ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. മാഡം, അപ്പൊ നമ്മള് സാധാരണയായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇതിന് ചെയ്യേണ്ടതായിട്ടുള്ളത്? പണ്ടുതൊട്ടേ നമുക്കറിയാം, നമ്മൾ എല്ലാവരും ചെയ്തു വരുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് വെറും വയറ്റിൽ ഷുഗർ നോക്കുന്നത്. പക്ഷെ ഈ ടെസ്റ്റ് വെച്ചിട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഒരാൾ ഡയബറ്റിക് പേഷ്യന്റ് ആണോ അല്ലെങ്കിൽ അവരുടെ ഷുഗർ നിയന്ത്രണത്തിലാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു പ്രധാനപ്പെട്ട ടെസ്റ്റ് തന്നെയാണ്, പക്ഷെ ഇത് അപര്യാപ്തമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, അതായത് ഭക്ഷണം കഴിച്ചിട്ട് ഉള്ള ഷുഗർ നോക്കുന്നത്. അത് നമ്മൾ ഭക്ഷണം കഴിക്കൽ തുടങ്ങി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇടയിലാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട പല പേഷ്യൻസ് നമ്മൾ ഒ പിയിൽ വരും, അവർ കഴിക്കുന്ന മരുന്ന് കഴിക്കാണ്ടെയാണ് വന്ന് ടെസ്റ്റ് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഷുഗർ നിയന്ത്രണത്തിലാണോ അല്ലെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരെങ്ങനെയാണോ ഒരു ദിവസത്തിൽ അവർ മെഡിസിൻ എടുക്കുക അതുപോലെ എടുത്ത് നോർമൽ സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിച്ചിട്ട് തന്നെയാണ് ഈ ടെസ്റ്റ് നോക്കേണ്ടത്. എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് നിയന്ത്രണത്തിലാണോ അല്ലയോ അതിനനുസരിച്ച് നമുക്ക് മരുന്നിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ ഡയബറ്റിക് പേഷ്യന്റ് ആണോ അല്ലെങ്കിൽ അവരുടെ ഷുഗർ നിയന്ത്രണത്തിലാണോ എന്നറിയാൻ നമ്മൾ FBS, PBS നോക്കുന്നതിലുപരി നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു ടെസ്റ്റാണ് HbA1c, അതായത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയും. ഇത് നമുക്കൊരു കഴിഞ്ഞ 3 മാസത്തിൽ അവരുടെ ഷുഗറിന്റെ ആവറേജ് വാല്യൂ ആണ് പറഞ്ഞു തരിക. ശതമാനത്തിലാണ് ഇതിന്റെ റിപ്പോർട്ട് നമുക്ക് വരിക. അതിൽ 5.7% താഴെയാണെങ്കിൽ അവർ ഡയബറ്റിക് പേഷ്യന്റ് അല്ല, 6.5% മുകളിലാണെന്നുണ്ടെങ്കിൽ അവർ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. പിന്നെ 5.7 6.4 ഇടയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയും, പ്രീ ഡയബറ്റീസ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു മുൻകരുതൽ എടുക്കേണ്ട ആളുകളാണ്. എപ്പോ വേണമെങ്കിലും ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ട് മാറാം എന്നുള്ള ഒരു ലെവലിലാണ് അതുള്ളത്. അപ്പൊ മരുന്ന് കഴിക്കുന്ന ഒരാളുകളിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ലെസ് ദാൻ 7% ആയിട്ടാണ് നിൽക്കേണ്ടത്. എന്നാലേ നമുക്ക് അവരുടെ ഷുഗർ നിയന്ത്രണ വിധേയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെസ്റ്റ് നമ്മൾ സാധാരണ 3 മാസത്തിൽ ഒരിക്കലാണ് ചെയ്യേണ്ടത് ഐഡിയലി. പക്ഷെ എന്നിരുന്നാലും ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ചെയ്ത് നമ്മുടെ ഷുഗർ നിയന്ത്രണത്തിലാണോ എന്നുള്ളത് നോക്കൽ അനിവാര്യമാണ്. മാഡം, എന്താണ് ഈ CGM? ഒരു ഡയബറ്റിക് പേഷ്യന്റ് നമ്മൾ OPയിൽ വരികയാണ്, അവരുടെ ഫാസ്റ്റ് ബ്ലഡ് ഷുഗർ കുഴപ്പമില്ല, PBSഉം കുഴപ്പമില്ല, അവർ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റും ഒരു ആവറേജ് നോർമൽ ആയിട്ട് പോവുകയാണ്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ദിവസത്തിന്റെ പല സമയങ്ങളിലെ അമിതമായിട്ടുള്ള ക്ഷീണം വരിക. ഇത് ഒന്നുകിൽ ഷുഗർ അമിതമായിട്ട് കൂടുന്നതിന്റെ ഭാഗമാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ നല്ലോണം കുറഞ്ഞു പോകുന്നതിന്റെ ഭാഗമായിട്ടും ആവാം. അപ്പോൾ ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഗ്ലൈസീമിക് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏറ്റക്കുറച്ചിലുകൾ ഒരു മെഷർ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് നമ്മൾ CGM എന്ന് പറയുന്നത്, അതായത് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പേഷ്യന്റ് ശരീരത്തിൽ ഒരു സെൻസർ ഘടിപ്പിച്ചിട്ട് ഒരു ട്രാൻസ്മിറ്റർ വഴി അതിന്റെ ഷുഗർ വാല്യൂ ഒരു ഗ്രാഫായിട്ടോ അല്ലെങ്കിൽ വാല്യൂ ആയിട്ടോ നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ ഒരു റീഡറിലോ നമുക്കത് വായിക്കാൻ പറ്റും. നമുക്ക് അത് ഈ CGM വഴി നമുക്ക് ഒരു ദിവസം 24 മണിക്കൂർ മുതൽ ഒരാഴ്ച വരെയുള്ള ഒരു പേഷ്യന്റിന്റെ ഷുഗർ നമുക്ക് തുടർച്ചയായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഷുഗർ കുറഞ്ഞു പോകുന്നുണ്ടോ കൂടി പോകുന്നുണ്ടോ എന്നല്ല നമ്മൾ വിരലിൽ കുത്തിയിട്ടുള്ള ടെസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ GRBS മോണിറ്ററിംഗ് അല്ലെങ്കിൽ കാപ്പിലറി ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പൊ ഇത് വെച്ചാൽ നമുക്ക് ഫിംഗർ പ്രിക്കിന്റെ ആവശ്യമില്ല, നമുക്ക് അല്ലാണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരാളെ ഷുഗർ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് പേഷ്യന്റിന്റെ മരുന്നെടുക്കുന്ന സമയത്തിലെ മരുന്നിന്റെ ഡോസ്, അതുപോലെ ഭക്ഷണ രീതി, ഭക്ഷണ സമയം ഒക്കെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. താങ്ക് യു മാഡം. പ്രമേഹത്തെ കുറിച്ച് സാധാരണയായി ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ വളരെയധികം വ്യക്തമായും ലളിതമായും ഞങ്ങളുമായി പങ്കുവച്ചതിൽ നന്ദി.